കേരളത്തിൽ ഉൾപ്പെടെയുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ നടപടികൾ നവംബർ 1 മുതൽ എന്ന് റിപ്പോർട്ട്. കൂടാതെ തമിഴ്നാട്, പുതുച്ചേരി, ആസാം, ബംഗാൾ സംസ്ഥാനങ്ങളിലും SIR ഉടൻ ആരംഭിച്ചേക്കും. കേരളത്തെ നടപടികൾ നീട്ടിവെക്കണമെന്ന് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. തൗഫീഖ് അസ്ലം ചെയ്തതിന്റെ വിശദാംശങ്ങൾ നൽകാനായി. തൗഫീഖ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള അസൗകര്യങ്ങൾ കേരളം നേരത്തെ തന്നെ അറിയിച്ചതാണ്. അനുകൂലമായ ഒരു തീരുമാനമല്ല ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരം എന്താണ്? കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇത് SIR നീട്ടിവെക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചില്ല എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ SIRന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കാനായിട്ട് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശങ്ങൾ നൽകിയതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡൽഹിയിൽ സിഇഒമാരുടെ യോഗമായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി ചേർന്നത്. ആ യോഗത്തിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഔദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്തിരുന്നു. പിന്നീട് അല്പസമയം മുമ്പാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കേരളം കൂടാതെ മറ്റു ചില സംസ്ഥാനങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തമിഴ്നാട്, പുതുച്ചേരി, അസം, ബംഗാൾ സംസ്ഥാനങ്ങളിൽ കൂടി നവംബർ 1 തന്നെ SIRന്റെ നടപടികൾ ആരംഭിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അജയൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സാഹചര്യത്തിലാണ് SIR നീട്ടിവെക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടത്. ഇതിൽ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ കമ്മീഷൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ അത് അംഗീകരിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും ആദ്യം SIR പൂർത്തിയാക്കാനായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ബീഹാറിൽ SIR നടത്തിയതിന് പിന്നാലെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കാനായിട്ട് കമ്മീഷൻ തീരുമാനിച്ചത്. ബീഹാറിലെ SIRുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്നതിനിടെ SIRുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്.